വെയിറ്റ് ലോസ് ആണോ ആഗ്രഹം? ഒരു അടിപൊളി ഡ്രിങ്ക് പറഞ്ഞു തരട്ടെ. ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ ചിയ സീഡ് ചേർത്ത് കൊടുക്കുക. ചിയ സീഡ് കടകളിലും ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരം ഈ വെള്ളമൊക്കെ പിടിച്ചിട്ട് ചിയ സീഡ് നല്ല കുതിർന്ന്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ് വേണം. വേറൊരു ഗ്ലാസ് എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് റെഡിയാക്കി വെച്ചേക്കുന്ന ചിയ സീഡ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഒട്ടും ബാക്കി വെക്കണ്ട, വേറെ യൂസ് ഒന്നുമില്ല. ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പകുതി നാരങ്ങാമുറി വേണം, അതുകൂടി ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവ് ഗ്ലാസ്സിന് പകുതി നാരങ്ങാമുറിയുടെ ആവശ്യമുള്ളൂ. ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ പകുതി നാരങ്ങാമുറി മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനോടൊപ്പം തേൻ ചേർക്കണം. തേൻ 1 സ്പൂൺ ചേർത്താൽ മതിയാവും. ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കറിയാമല്ലോ, വെയിറ്റ് ലോസിന് തേനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്. അപ്പം നമ്മൾ 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് ഈ ഗ്ലാസ് ഫുള്ളാക്കണം. അപ്പോൾ ദേ നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 100% റിസൾട്ടും കിട്ടും. ഇത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ ചിയ സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് റിച്ച് ഇൻ പ്രോട്ടീനും ഫൈബറും മിനറൽസും ഒക്കെയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. നമുക്കിതിപ്പോൾ ഡ്രിങ്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നില്ല. നമുക്ക് സ്മൂത്തീസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് യൂസ് ചെയ്യാം കേട്ടോ.